ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ആദിമ തമിഴ് സാഹിത്യമെന്നും അതുപോലെ ആരാണ് സംഘം കവികളെന്നും അതുപോലെ തന്നെ ഈ സംഘ സാഹിത്യത്തെ എത്രയായി പ്രധാനമായിട്ടും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. അകനാനൂറ് എന്താണ്, പുറനാനൂറ് എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അകനാനൂറ്, പതിറ്റിപ്പത്ത് എന്താണ്, അതുപോലെ പുറനാനൂറ് എന്താണ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ സംഘ സാഹിത്യത്തെ ഒന്നും കൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പതിറ്റിപ്പത്തിനെ കുറിച്ചാണ്. എന്താണ് പതിറ്റിപ്പത്ത് എന്ന് പറയുന്ന കവിതാ സമാഹാരം? 10 ഭാഗങ്ങളും 100 പാട്ടുകളുമുള്ള സ്തുതിഗീതങ്ങളുടെ സമാഹാരത്തെയാണ് നമ്മൾ പതിറ്റിപ്പത്ത് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? 10 ഭാഗങ്ങളും അതുപോലെ 100 പാട്ടുകളുമുള്ള സ്തുതിഗീതങ്ങളുടെ സമാഹാരത്തെ അല്ലെങ്കിൽ ഒരു കളക്ഷനെയാണ് നമ്മൾ പതിറ്റിപ്പത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 10 എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. പതിറ്റുപത്ത് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം 10 എന്നാണ്. 10 ചേര ഭരണാധികാരികളുടെ പരാക്രമങ്ങളും അതുപോലെ അവരുടെ കീർത്തിയെയും വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചേര ഭരണാധികാരികളായിട്ടുള്ള 10 പേരുടെ വിവരണങ്ങൾ അതിലെന്തെക്കുറിച്ച് പറയുന്നുണ്ട്? അവർ നടത്തിയിട്ടുള്ള വീരസാഹസ കഥകള്, അവരെ കീർത്തിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു കൃതിയാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തെയും 10ാമത്തെയും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആകെ ലഭ്യമായിട്ടുള്ളത് അതിന്റെ 8 ഭാഗങ്ങളാണ്. അതിൽ മൊത്തത്തിൽ 80 പാട്ടുകളുമാണ് ഉള്ളത്. അപ്പൊ എന്താണ് പതിറ്റുപത്ത് എന്ന് മനസ്സിലായോ? 10 എന്ന അർത്ഥം വരുന്നതാണ് പതിറ്റുപത്ത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇതിൽ പ്രധാനമായിട്ടും 10 ഭാഗങ്ങളും അതുപോലെ 100 പാട്ടുകളുമാണുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ആരെക്കുറിച്ചാണ് പറയുന്നത്? ചേര ഭരണാധികാരികളെ കുറിച്ചിട്ടും അവരുടെ വീരസാഹസ കഥകളെ കുറിച്ചിട്ടും ഒക്കെയാണ് പതിറ്റുപത്തിൽ പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് വളരെ അതിൽ തന്നെ 8 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 1ഉം അതുപോലെ 10ാമത്തെ ഭാഗവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഇതിൽ മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ളത് 80 പാട്ടുകളാണ്. പതിറ്റുപത്ത് ചേര രാജാക്കന്മാരുടെ വീരകഥകളാണ് പറയുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പണ്ട് കാലത്ത് കേരളം ഭരിച്ചിരുന്ന രാജാക്കന്മാരെയാണ് ചേര രാജാക്കന്മാരെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവര് തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ഭരണാധികാരികളെ കീഴ്പ്പെടുത്തിയതിനെ കുറിച്ചിട്ടും അവരുടെ വീരകഥകളെ കുറിച്ചുമൊക്കെയാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. അങ്ങനെ 1ാം ദശകത്തിലെ നായകൻ എന്ന് പറയുന്നത് പെരും ചോറ്റുതിയൻ ചേരലാതനായിരുന്നു. ഇതിൽ പറയുന്ന ആദ്യത്തെ ഭാഗത്തിൽ പറയുന്ന നായകൻ എന്ന് പറയുന്നത് പെരും ചോറ്റുതിയൻ ചേരലാതനായിരുന്നു. അങ്ങനെ ഓരോരോ പുസ്തകങ്ങളിലും പ്രധാനപ്പെട്ട 10 ചേര രാജാക്കന്മാരുടെ വീരകഥകൾ പറയുന്ന ഇതിഹാസമാണ് അല്ലെങ്കിൽ കൃതിയാണ് പതിറ്റിപ്പത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ സംഘസാഹിത്യത്തിലുള്ള മറ്റൊരു കാവ്യ സമാഹാരമാണ് അകനാനൂറ് എന്ന് പറയുന്നത്. ഏകദേശം 400ഓളം ഗാനങ്ങളുടെ ഒരു സമാഹാരത്തെയാണ് അകനാനൂറ് എന്ന് വിളിക്കുന്നത്. സംഘസാഹിത്യത്തിലെ മറ്റൊരു പ്രധാന ഗാന സമാഹാരമാണ് അകനാനൂറ് എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 400ഓളം ഗാനങ്ങളുണ്ട്. കെ കൈലാസപതിയുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏകദേശം 288ഓളം ഗാനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കെ കൈലാസപതി പറയുന്നത് ഇതിൽ 288ഓളം പരാമർശങ്ങൾ ഉണ്ടെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. 400 നീണ്ട ഗാനങ്ങളുടെ സമാഹാരം എന്നർത്ഥമുള്ള നെടുന്തൊകൈ 400 എന്നും പ്രണയഗാനങ്ങൾ എന്നർത്ഥമുള്ള അകപ്പാട്ട് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ അകനാനൂറിനെ പൊതുവെ വിളിക്കുന്നത് 400 നീണ്ട ഗാനങ്ങളുടെ സമാഹാരം എന്നർത്ഥമുള്ള നെടുന്തൊകൈ 400 എന്നും പ്രണയഗാനങ്ങൾ എന്നർത്ഥമുള്ള അകപ്പാട്ട് എന്നും എന്തിനെ വിളിക്കുന്നുണ്ട്? അകനാനൂറ് എന്ന് പറയുന്ന ഒരു ഗാന സമാഹാരത്തെ വിളിക്കുന്നുണ്ട്. പെരുന്തവനാർ രചിച്ച ശിവനെ സ്തുതിക്കുന്ന ഒരു വന്ദനാ ശ്ലോകവും നമുക്ക് ഏതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? അകനാനൂറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പെരുന്തവനാർ രചിച്ചിട്ടുള്ള ശിവനെ സ്തുതിക്കുന്ന ഒരു വന്ദനാ ശ്ലോകവും അകനാനൂറിൽ ഉണ്ട്. ഒരു കവിതാ ഭാഗത്തിന്റെ വരികളുടെ എണ്ണം മാക്സിമം 13 മുതൽ 31 വരെയാണ്. അകനാനൂറിലെ മൊത്തത്തിലുള്ള കവിതാ ഭാഗത്തിന്റെ വരികൾ ചിലതിൽ 13 എണ്ണം ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടി പോകുന്നതിലുള്ളത് 31 വരികൾ വരെയാണ്. അപ്പോൾ അതിൽ കൂടാറില്ല. പൊതുവെ കണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള കൃതികളിലെല്ലാം കാണപ്പെടുന്നത് 13 മുതൽ 31 വരെ വരികളാണ്. നട്ടിണൈ, കുറുന്തൊകൈ എന്നിവയ്ക്ക് ശേഷം സമാഹരിച്ചതാണ് അകനാനൂറ് എന്നും ചില വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട്. പല ചരിത്രകാരന്മാർക്കും പല രീതിയിലുള്ള അഭിപ്രായമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കണ്ടെത്തൽ പ്രകാരം നട്ടിണൈ അതുപോലെ കുറുന്തൊകൈ എന്ന് പറയുന്നത് ഈ സംഘസാഹിത്യത്തിലുള്ള മറ്റ് കൃതികളാണ്. അപ്പോൾ അതിനുശേഷമാണ് ഈ അകനാനൂറ് സമാഹരിച്ചതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അകനാനൂറിനെ പോലെ മറ്റൊരു സുപ്രധാനമായ തമിഴ് കൃതിയാണ് പുറനാനൂറ് എന്ന് പറയുന്നത്. തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് പുറനാനൂറ്.
പ്രണയം മുഖ്യ വിഷയമായുള്ള അകനാനൂറിൽ നിന്ന് ഭിന്നമായിട്ട് ഈ പുറനാനൂറിൽ പൊതുവെ പറയുന്നത് യുദ്ധം, അതുപോലെ പരാക്രമം, രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും ജീവിതം എന്നിവയെ ആസ്പദമാക്കിയിട്ടുള്ള ഏകദേശം ഒരു 400ഓളം പാട്ടുകളാണ് എന്തിലുള്ളത്, പുറനാനൂറിലുള്ളത്. പുറം എന്ന് പറയുന്നത് പുറമേയുള്ള കാര്യങ്ങൾ, യുദ്ധം പോലുള്ള കാര്യങ്ങളാണ് പുറമേയുള്ളത്. അപ്പോൾ ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അകം എന്ന് പറയുന്നത് പ്രണയം പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നും ഭിന്നമായിട്ട് രാജാക്കന്മാർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, അതുപോലെ അവരുടെ പരാക്രമണങ്ങൾ തുടങ്ങിയ ഒരു 400 പാട്ടുകളാണ് ഇതിൽ പറയുന്നത്, പുറനാനൂറിൽ പറയുന്നത്. ആദിമ തമിഴക സമൂഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഏതിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്, പുറനാനൂറിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയം പോലുള്ള ചില കാര്യങ്ങളെ കുറിച്ചല്ലാണ്ട് ആദിമ തമിഴ് സമൂഹം എങ്ങനെയായിരുന്നു, അവിടെയുള്ള ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരുടെ രാഷ്ട്രീയം, സാംസ്കാരിക, സാമൂഹിക കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, പുറനാനൂറ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പുറനാനൂറിലെ പാട്ടുകൾ എഴുതിയ കവികൾ യോദ്ധാക്കളുടെ വീരത്വവും അതുപോലെ ധാർമ്മിക നിയമങ്ങളും പാട്ടുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറനാനൂറിലെ പാട്ടുകൾ എഴുതിയിട്ടുള്ള കവികൾ യോദ്ധാക്കളുടെ വീരത്വം, അവരെത്രത്തോളം വീരന്മാരായിരുന്നു അല്ലെങ്കിൽ സാഹസികതയുള്ളവരായിരുന്നു എന്നും അവർ പാലിച്ചിട്ടുള്ള ധാർമ്മിക നിയമങ്ങൾ എന്താണെന്നൊക്കെ ഈ പാട്ടുകളിൽ പറയുന്നുണ്ട്. ഈ പാട്ടുകളിൽ രാജാക്കന്മാരുടെ പേരുകൾ എടുത്തു പറയുന്നുണ്ട്. 18 ചേര രാജാക്കന്മാരുടെയും 13 ചോള രാജാക്കന്മാരുടെയും 12 പാണ്ഡ്യ രാജാക്കന്മാരുടെയും പേരുകൾ ഏതിൽ പരാമർശിക്കുന്നുണ്ട്, പുറനാനൂറിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ്. കാരണം 18ഓളം ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടും അതുപോലെ 13 ചോള രാജാക്കന്മാരെ കുറിച്ചും 12 പാണ്ഡ്യ രാജാക്കന്മാരെ കുറിച്ചുമുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു കൃതിയിൽ നിന്നും ലഭ്യമാണ്. ചോള രാജാവായ കരികാലനും അതുപോലെ നെടും ചേരലാതനെയും ഈ കൃതിയിൽ വാഴ്ത്തപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ പുറനാനൂറിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 രാജാക്കന്മാരെന്ന് പറയുന്നത് ചോള രാജാവായ കരികാല ചോളനും അതുപോലെ തന്നെ നെടും ചേരലാതനെ കുറിച്ചിട്ടും വളരെ വാഴ്ത്തുന്ന ഒരു കൃതിയാണിത്. അതുപോലെ അതിയമാൻ, വേൾപാരി എന്നിങ്ങനെ 9 മൂപ്പന്മാരെ കുറിച്ച് നമുക്ക് എവിടെ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്, പുറനാനൂറിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര നമ്മൾ പഠിച്ചിട്ടുള്ള കൃതികളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പുറനാനൂറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചത് എന്താണ് പുറനാനൂറ്, അകനാനൂറ്, അതുപോലെ 10 തുടങ്ങിയ സംഘ കവിതകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കാവ്യ സമാഹാരത്തെക്കുറിച്ചുമാണ് പഠിക്കാനായിട്ട് ശ്രമിച്ചത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി തൊട്ടടുത്ത ഭാഗം എന്ന് പറയുന്നത് തിണകളെക്കുറിച്ചാണ്. അപ്പോൾ ഈ തിണകളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ശ്രമിക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്